കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. പന്തയം എഴുതിയത് ആന്റൺ ചെക്കോവ്. ഇല കൊഴിയുന്ന കാലം. ഒരു ഇരുണ്ട രാത്രി ബാങ്കുദ്യോഗസ്ഥൻ 15 കൊല്ലം മുൻപ് ഇതുപോലൊരു ഇല കൊഴിയുന്ന കാലത്ത് വൈകുന്നേരം താൻ പങ്കെടുത്ത പാർട്ടിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. വളരെ ബുദ്ധിമാന്മാരായ ആളുകൾ ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് വളരെ രസകരമായ സംഭാഷണങ്ങൾ നടന്നു. മറ്റു പലതിൻ്റെയും കൂട്ടത്തിൽ അവർ വധശിക്ഷയെപ്പറ്റിയും സംസാരിച്ചു. പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും വധശിക്ഷയെ എതിർത്തു. ആതിഥേയനായ ബാങ്കർ പറഞ്ഞു, നിങ്ങളുടെ വാദത്തോട് എനിക്ക് യോജിക്കാനാവില്ല. ഞാൻ വധശിക്ഷയോ ജീവപര്യന്തമോ പരീക്ഷിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ സിദ്ധാന്തപരമായ പരിശോധനയിൽ ജീവപര്യന്തത്തെക്കാൾ കൂടുതൽ സദാചാരവും മാനുഷിക പരിഗണനയുള്ളതും വധശിക്ഷയ്ക്കാണ്. നിങ്ങളെ ഉടൻ കൊല്ലുന്നവനോ നിങ്ങളുടെ ജീവിതം കുറെ അധികം വർഷം കൊണ്ട് നിങ്ങളിൽ നിന്ന് കവരുന്നവനോ? അതിഥികളിൽ ഒരാൾ പറഞ്ഞു. രണ്ടു കൂട്ടരും സദാചാര വിരുദ്ധരാണ്. എന്തെന്നാൽ രണ്ടു കൂട്ടർക്കും ഒരേയൊരു ഉദ്ദേശ്യമേ ഉള്ളൂ, ജീവൻ നശിപ്പിക്കുക. ഒരു രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം ദൈവമല്ല. അതിന് ആഗ്രഹിച്ചാൽ നൽകാൻ കഴിയാത്ത ജീവൻ നശിപ്പിക്കാൻ അവകാശമില്ല. ആ അതിഥികളിൽ ഒരു യുവാവായ അഭിഭാഷകൻ ഉണ്ടായിരുന്നു. ഒരു 25 വയസ്സുള്ളൊരു യുവാവ്. അയാളുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വധശിക്ഷയും ജീവപര്യന്തവും രണ്ടും സദാചാര വിരുദ്ധമാണ്. പക്ഷേ എനിക്ക് വധശിക്ഷ വേണോ ജീവപര്യന്തം വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത്തതേ തിരഞ്ഞെടുക്കൂ. ജീവിക്കാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ജീവിച്ചിരിക്കുന്നത്. അതിനുശേഷം വളരെ സജീവമായ ചർച്ച നടന്നു. അവരിൽ യുവാവ് ആ സമയത്ത് വളരെ അസ്വസ്ഥനായിരുന്നു. ബാങ്കർ വല്ലാത്ത സന്തോഷത്താൽ വീർപ്പുമുട്ടി. അയാൾ മേശപ്പുറത്ത് മുഷ്ടി ചുരുട്ടിയിടിച്ചിട്ട് യുവാവിനോട് ആക്രോശിച്ചു. അത് ശരിയല്ല, ഞാൻ പന്തയം വെക്കാം, 2 മില്യൺ. നീ ഒരിക്കലും ഏകാന്ത തടവിൽ 5 കൊല്ലം കഴിയുകയില്ല. നിങ്ങളത് ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെങ്കിൽ, ആ യുവാവ് പറഞ്ഞു, ഞാൻ ഈ പന്തയം സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ 5 കൊല്ലമല്ല 15 കൊല്ലം കഴിയാം. 15 കൊല്ലമോ? സമ്മതിച്ചിരിക്കുന്നു. മാന്യരെ, ഞാനിതാ 2 മില്യൺ വാഗ്ദാനം ചെയ്യുന്നു. സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ 2 മില്യൺ വെക്കൂ, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യവും, യുവാവ് പറഞ്ഞു. അങ്ങനെ ഭ്രാന്തമായ ബുദ്ധിശൂന്യമായ ആ പന്തയം നടന്നു. ചിന്ത നശിച്ച ചപലനായ ബാങ്കർ തൻ്റെ മില്യണുകളുമായി വളരെയധികം സന്തോഷത്തിലായി. അത്താഴ സമയത്ത് യുവാവിനെ കളിയാക്കിക്കൊണ്ട് ബാങ്കർ പറഞ്ഞു, യുവാവേ, അതിനെപ്പറ്റി കുറെ കൂടി നന്നായി ചിന്തിക്കൂ, ഇനിയും സമയമുണ്ട്. എനിക്ക് 2 മില്യൺ എന്നത് വളരെ തുച്ഛമാണ്. പക്ഷേ നിനക്കാണെങ്കിൽ നിന്റെ ആയുസിന്റെ ഏറ്റവും നല്ല 3-4 വർഷങ്ങൾ നഷ്ടപ്പെടുകയാണ്. സന്തോഷമില്ലാത്ത മനുഷ്യ, നീ മറക്കരുത്, സ്വമേധയാ ഉള്ള തടവ് നിർബന്ധ തടവിനേക്കാൾ വളരെ ക്ലേശകരമാണ്. നിനക്ക് ഏത് സമയത്തും സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാമെന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തെ വിഷം പോലെ മലീമസമാക്കും. എനിക്ക് നിന്നെപ്പറ്റി ഖേദമുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്ന ബാങ്കർ അതെല്ലാം ഓർമ്മിച്ചു. എന്നിട്ടയാൾ സ്വയം ചോദിച്ചു, ആ പന്തയത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ആ മനുഷ്യന്റെ 15 കൊല്ലവും തൻ്റെ 2 മില്യണും നഷ്ടപ്പെടുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് അത് കാരണം വധശിക്ഷ ജീവപര്യന്തത്തെക്കാൾ നല്ലതോ ചീത്തയോ എന്ന് തെളിയിക്കാനാകുമോ? ഇല്ല ഇല്ല, അതെല്ലാം അസംബന്ധവും അർത്ഥശൂന്യവുമാണ്. ആ യുവാവിന്റെ ഭാഗത്തുള്ളത് പണത്തിനു വേണ്ടിയുള്ള അമിത ആവേശം. എൻ്റെ ഭാഗത്ത് സുഖഭോഗിയായ ഒരു മനുഷ്യന്റെ അനാവശ്യമായൊരു ഭ്രമകൽപ്പനയാണ്. ആ സായാഹ്നത്തിൽ നടന്നത് അയാൾ ഓർമ്മിച്ചു. യുവാവ് ബാങ്കറുടെ പൂന്തോട്ടത്തിലെ ലോഡ്ജുകളിൽ ഒന്നിൽ കർശനമായ മേൽനോട്ടത്തോടെ തടവിൽ ആ വർഷങ്ങൾ അത്രയും കഴിയണം. 15 കൊല്ലത്തേക്ക് ആ യുവാവ് ലോഡ്ജിന്റെ പടി കടക്കുകയോ മനുഷ്യരെ ആരെയെങ്കിലും കാണുകയോ മനുഷ്യരുടെ ശബ്ദം കേൾക്കുകയോ കത്തുകളോ ദിനപത്രങ്ങളോ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് തീരുമാനിക്കപ്പെട്ടു. അയാൾക്ക് സംഗീതോപകരണങ്ങളും ആളും ഗ്രന്ഥങ്ങളും അനുവദിച്ചു. എഴുത്തുകൾ എഴുതാനും വീഞ്ഞു കുടിക്കാനും പുക വലിക്കാനും അനുവദിച്ചു. കരാർ പ്രകാരം ബാഹ്യലോകവുമായി അയാൾക്കുള്ള ആകെ ബന്ധം ആ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയ ചെറിയ കിളിവാതിൽ മാത്രമായിരുന്നു. അയാൾക്ക് ആവശ്യമുള്ള എന്തും നൽകും, ഗ്രന്ഥങ്ങൾ, സംഗീതം, വീഞ്ഞ് മുതലായവ. അവ ആവശ്യമുള്ള ഏതളവിലും നൽകും. അതിന് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ആ കിളിവാതിൽ കൂടി മാത്രമേ നൽകൂ. കർശനമായ ഏകാന്ത തടവിൽ എല്ലാ സൂക്ഷ്മമായ വിശദമായ വ്യവസ്ഥകളും വെച്ചിരുന്നു. ആ യുവാവ് അവിടെ 15 കൊല്ലം തന്നെ കഴിയണമെന്ന വ്യവസ്ഥ പ്രകാരം നവംബർ 14, 1870 മുതൽ നവംബർ 14, 1885 വരെ ആ യുവാവ് ഏകാന്ത തടവിന് നിർബന്ധിതനാണ്. ആ വ്യവസ്ഥയിൽ നിന്ന്
കടുകിട പോലും ലംഘനം വരുത്തിയാൽ ബാങ്കർ 2 മില്യൺ കൊടുക്കേണ്ടതായി വരികയില്ല. ആദ്യത്തെ കൊല്ലം യുവാവിന്റെ കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഏകാന്തതയും മാനസിക ക്ലേശവും കൊണ്ടയാൾ വലഞ്ഞതായാണ്. രാപകലില്ലാതെ അയാളുടെ ലോഡ്ജിൽ നിന്ന് പിയാനോ സംഗീതം മുഴങ്ങിയിരുന്നു. അയാൾ വീഞ്ഞോ പുകയിലയോ നിരാകരിച്ചു. വീഞ്ഞ് ആഗ്രഹങ്ങൾക്ക് തീ കൊളുത്തുന്നു, അതുകൊണ്ടത് തടവുകാരന് നല്ലതല്ലെന്ന് അയാൾ എഴുതി. വീഞ്ഞു കുടിച്ചിട്ട് ആരെയും കാണാതെ ഇരിക്കുന്നത് വല്ലാതെ മനം മടുപ്പിക്കുന്നതാണ്. പുകവലി തന്റെ മുറിയുടെ അന്തരീക്ഷത്തെ മലീമസമാക്കുന്നു. അയാൾ എഴുതി. ആദ്യ വർഷം അയാൾ ആവശ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ വളരെ ലാഘവപൂർണമായ സ്വഭാവമുള്ളവയായിരുന്നു. സങ്കീർണമായ സ്നേഹബന്ധങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന നോവലുകൾ, ഉദ്വേഗജനകവും സംഭ്രമാത്മകവുമായ കഥകൾ മുതലായവ. 2-ാം കൊല്ലം പിയാനോ സംഗീതം ലോഡ്ജിൽ പൂർണ്ണമായും നിശബ്ദമായി. തടവുകാരൻ പുരാണങ്ങൾ മാത്രം ആവശ്യപ്പെട്ടു. 5-ാം കൊല്ലമായപ്പോൾ പിയാനോ സംഗീതം വീണ്ടും കേൾക്കാൻ തുടങ്ങി. തടവുകാരൻ വീഞ്ഞിനും ആവശ്യമുന്നയിച്ചു. കിളിവാതിലിലൂടെ അയാളെ നിരീക്ഷിച്ചവർ പറഞ്ഞത് ആ വർഷങ്ങളാകെ അയാൾ തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ഇടയ്ക്കിടെ കോട്ടുവായ ഇടുകയും മാത്രമേ ചെയ്തുള്ളൂ എന്നാണ്. കൂടാതെ സ്വയം ദേഷ്യത്തോടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഗ്രന്ഥപാരായണം വർജിച്ചിരുന്നു. ചിലപ്പോൾ രാത്രി എഴുതാനിരിക്കും. മണിക്കൂറുകളോളം എഴുതിക്കൊണ്ടിരിക്കും. രാവിലെയാകുമ്പോൾ താൻ എഴുതിയതെല്ലാം വലിച്ചു കീറിക്കളയും. 1-ൽ കൂടുതൽ പ്രാവശ്യം അയാൾ കരയുന്നതായി കണ്ടിട്ടുണ്ടത്രേ. 6-ാം കൊല്ലത്തിന്റെ 2-ാം പകുതിയായപ്പോൾ അയാൾ ഭാഷാ പഠനം ആരംഭിച്ചു. ഫിലോസഫിയും ചരിത്രവും പഠിച്ചു. ഇവയുടെ പഠനത്തിന് വളരെയധികം ഉത്സാഹം കാണിച്ചു. അയാൾ ആവശ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ നൽകാൻ ബാങ്കർ വളരെ പണിപ്പെട്ടു. 4 കൊല്ലത്തേക്ക് ഏതാണ്ട് 600 വോള്യം ഗ്രന്ഥങ്ങൾ ബാങ്കർക്ക് സമാഹരിക്കേണ്ടി വന്നു. ഈ കാലഘട്ടത്തിലാണ് തടവുകാരനിൽ നിന്ന് ഇങ്ങനെയൊരു കത്ത് ബാങ്കർക്ക് ലഭിച്ചത്. എന്റെ പ്രിയപ്പെട്ട ജയിലർ, ഞാൻ ഈ വരികൾ 6 ഭാഷയിൽ എഴുതുന്നു. ഭാഷകൾ അറിയാവുന്നവരെ അത് കാണിക്കുക. അവർ അവ വായിക്കട്ടെ. ഒരു തെറ്റ് പോലും കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്നു, തോട്ടത്തിൽ വെച്ച് ഒരു വെടി വെക്കുക. ആ വെടി എന്റെ യത്നങ്ങൾ നിരർത്ഥകമല്ലെന്ന് എന്നെ അറിയിക്കും. എല്ലാ കാലങ്ങളിലെയും എല്ലാ രാജ്യങ്ങളിലെയും പ്രതിഭകൾ പല ഭാഷ സംസാരിക്കുന്നു. പക്ഷേ ഒരേ അഗ്നി എല്ലാവരിലും കത്തി ജ്വലിക്കുന്നു. അവ മനസ്സിലാക്കുന്നതിലൂടെ എന്റെ ആത്മാവ് അനുഭവിക്കുന്ന അപൂർവമായ ആനന്ദം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ. തടവുകാരന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു. ബാങ്കറുടെ പൂന്തോട്ടത്തിൽ നിന്ന് 2 വെടിയച്ച പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് 12-ാം കൊല്ലത്തിനു ശേഷം ചലനമില്ലാതെ മേശയ്ക്കരികിലിരുന്ന് സുവിശേഷം മാത്രം വായിച്ചു. അതിൽ പാണ്ഡിത്യം നേടിയ ഒരാൾ എളുപ്പം മനസ്സിലാക്കുന്ന ഒരു കനം കുറഞ്ഞ പുസ്തകം വായിച്ച് സമയം കളയുന്നത് എന്തിനാണെന്ന് അത്ഭുതപ്പെട്ടു. സുവിശേഷത്തിന് ശേഷം മതങ്ങളുടെ ചരിത്രവും ദൈവശാസ്ത്രവും അയാൾ ആവശ്യപ്പെട്ടു. അവസാനത്തെ 5 കൊല്ലം വിഷയഭേദമില്ലാതെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അയാൾ വായിച്ചു. ഒരു സമയം അയാൾ പ്രകൃതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ തകൃതിയായി വായിച്ചു. പിന്നീട് അദ്ദേഹം ബൈറന്റെയും ഷേക്സ്പിയറിന്റെയും ഗ്രന്ഥങ്ങൾ ആവശ്യപ്പെട്ടു. ചില കുറിപ്പുകളിലൂടെ അയാൾ രസതന്ത്രത്തെപ്പറ്റിയും ആരോഗ്യശാസ്ത്രത്തെപ്പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ തത്വചിന്ത, ദൈവശാസ്ത്രം എന്നിവയെപ്പറ്റിയുള്ള ചില സിദ്ധാന്തങ്ങളും. ഛേദം വന്ന കപ്പലിന്റെ അപകടം വന്ന് അവശേഷിച്ച ഭാഗങ്ങളുടെ ഇടയിലൂടെ നീന്തുന്ന പ്രതീതിയാണ് അയാളുടെ വായന ജനിപ്പിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു ക്ഷണത്തിൽ ആവേശത്തോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മട്ടിൽ പഴയ ബാങ്കർ ഇതെല്ലാം ഓർമ്മിച്ച് ഇങ്ങനെ ചിന്തിച്ചു. നാളെ 12 മണിക്ക് അയാൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഞാൻ അയാൾക്ക് 2 മില്യൺ നൽകണം. ഞാനത് നൽകിക്കഴിഞ്ഞാൽ എന്റെ ബാധ്യത കഴിയും. പക്ഷേ ഞാൻ പൂർണ്ണമായും തകർന്നു പോകും. 15 കൊല്ലം മുൻപ് തന്റെ മില്യണുകൾക്ക് കണക്കില്ലായിരുന്നു. ഇപ്പോൾ തനിക്ക് ഭയമാണ്. തന്റെ കടങ്ങളാണോ സമ്പാദ്യമാണോ വലുത് എന്ന് ചിന്തിക്കാൻ. അഹങ്കാരവും നിർഭയത്വവും ആത്മവിശ്വാസവും ആ ബാങ്കറെ ഒരു മധ്യനിലവാരമുള്ളയാളാക്കി മാറ്റി. തന്റെ നിക്ഷേപങ്ങളുടെ ഉയർച്ച താഴ്ചകൾ കണ്ട് ഞെട്ടുന്നയാളാക്കി. ശപിക്കപ്പെട്ട പന്തയം. തന്റെ തല നിരാശയോടെ പിടിച്ചുകൊണ്ട് വയസ്സൻ സ്വയം പറഞ്ഞു. അയാൾ എന്തുകൊണ്ടാണ് മരിച്ചു പോകാത്തത്? അയാൾക്ക് 40 വയസ്സല്ലേ ആയുള്ളൂ. അയാൾ എന്നിൽ നിന്ന് എന്റെ അവസാനത്തെ പെനിയും വാങ്ങും. അയാൾ വിവാഹം കഴിച്ച് ജീവിതം ആസ്വദിക്കും. എക്സ്ചേഞ്ചിൽ അയാൾ ഭാഗ്യം പരീക്ഷിക്കും. അതേസമയം ഞാനോ? ഒരു യാചകനെപ്പോലെ അയാളെ നോക്കി അസൂയപ്പെടും. ഓരോ ദിവസവും അയാളിൽ നിന്ന് അതേ വാക്കുകൾ കേൾക്കും. എന്റെ സന്തോഷത്തിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ഇല്ല, അത് കൂടിപ്പോയി. ഈ പാപ്പരാകലിൽ നിന്നും നിന്ദയിൽ നിന്നുമുള്ള മോചനം അയാളുടെ മരണത്തിലൂടെയേ സാധിക്കൂ. 3 മണിയുടെ മണിയടിച്ചു. വീട്ടിലെ ഓരോരുത്തരും നല്ല ഉറക്കത്തിലാണെന്ന് ബാങ്കർ ശ്രദ്ധിച്ചു. മനസ്സിലാക്കി. വെളിയിൽ യാതൊരു ശബ്ദവുമില്ല.
തണുത്ത മരങ്ങളുടെ ഇലയനക്കം മാത്രം. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ തീ കത്താത്ത വിധത്തിൽ പണിത സേഫിന്റെ കതകിന്റെ താക്കോലെടുത്തു. അത് കഴിഞ്ഞ 15 കൊല്ലമായി തുറക്കാതെ കിടക്കുകയാണ്. അയാൾ തന്റെ ഓവർകോട്ട് അണിഞ്ഞ് വെളിയിലേക്ക് നടന്നു. പൂന്തോട്ടത്തിൽ ഇരുട്ടും തണുപ്പും ഉണ്ടായിരുന്നു. ഒരു നനഞ്ഞ തുളച്ചു കയറുന്ന കാറ്റ് പൂന്തോട്ടത്തിൽ വീശുന്നുണ്ട്. അത് മൂളുകയും മരങ്ങൾക്ക് യാതൊരു വിശ്രമവും നൽകാതിരിക്കുകയും ചെയ്യുന്നു. ബാങ്കർ തന്റെ കണ്ണ് മിഴിച്ചു നോക്കി. തനിക്ക് മണ്ണോ വെളുത്ത പ്രതിമകളോ ലോഡ്ജോ മരങ്ങളോ കാണാൻ സാധിക്കുന്നില്ല. ലോഡ്ജിനടുത്ത് പോയി അയാൾ കാവൽക്കാരനെ 2 പ്രാവശ്യം വിളിച്ചു. ഒരു ഉത്തരവും കിട്ടിയില്ല. കാവൽക്കാരൻ തണുത്ത കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടിയിരിക്കണം. അയാൾ അടുക്കളയിലോ പൂന്തോട്ടത്തിലോ ഗ്രീൻ ഹൗസിലോ കിടന്ന് സുഖമായി ഉറങ്ങുകയായിരിക്കും. എന്റെ ഉദ്ദേശം നിർവഹിക്കുകയാണെങ്കിൽ കാവൽക്കാരനെ ആയിരിക്കും സംശയിക്കുക, വയസ്സൻ ചിന്തിച്ചു. അയാൾ ഇരുട്ടിൽ പടികളും വാതിലുകളും മനസ്സിലാക്കി. എന്നിട്ട് ഇടനാഴി പരതിക്കൊണ്ട് തീപ്പെട്ടി ഉരച്ചു. അവിടെ ഒരാളുമില്ല. ഒരു ബെഡ്ഷീറ്റ് മാത്രമുണ്ട്. മെത്ത പോലുമില്ല. മൂലയ്ക്ക് ഒരു ഇരുമ്പ് സ്റ്റൗ ഉണ്ട്. തടവുകാരന്റെ മുറിയിലേക്കുള്ള വാതിലിന്റെ സീലുകൾ ഭദ്രമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. തീക്കൊള്ളിയിൽ നിന്നുള്ള വെളിച്ചം കെട്ടപ്പോൾ വയസ്സൻ വികാരാവേശത്തോടെ കിളിവാതിലിലൂടെ അകത്തേക്ക് നോക്കി. തടവുകാരന്റെ മുറിയിൽ ഒരു മെഴുകുതിരി കത്തുന്നുണ്ട്. അയാൾ മേശക്കരികിൽ ഇരിക്കുന്നുണ്ട്. അയാളുടെ ചുമൽ മാത്രമേ കാണാനുള്ളൂ. പിന്നെ തലയിലെ മുടിയും അയാളുടെ കൈകളും. തുറന്ന ഗ്രന്ഥങ്ങൾ മേശപ്പുറത്തിരിക്കുന്നുണ്ട്. കൂടാതെ ഒഴിഞ്ഞ കസേരകളിലും പരവതാനിയിലുമൊക്കെ. 5 മിനിറ്റ് കഴിഞ്ഞു. തടവുകാരൻ അനങ്ങിയതേയില്ല. 15 കൊല്ലത്തെ തടവ് അയാളെ അനങ്ങാതിരിക്കാൻ പഠിപ്പിച്ചു. ബാങ്കർ ജനാലയിൽ കൈകൊണ്ട് തട്ടി. അതിന് പ്രതികരണമായി തടവുകാരനിൽ നിന്ന് യാതൊരു ചലനവും ഉണ്ടായില്ല. ബാങ്കർ എണീറ്റ് വളരെ കരുതലോടെ വാതിലിന്റെ സീൽ പൊട്ടിച്ച് താക്കോൽ ദ്വാരത്തിലിട്ടു. തുരുമ്പ് പിടിച്ച പൂട്ട് ഒരു ശബ്ദമുണ്ടാക്കി. വാതിൽ ഒച്ചയോടെ തുറന്നു. ബാങ്കർ കാലൊച്ചയും ആഹ്ലാദപ്രകടനവും പ്രതീക്ഷിച്ചു. 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴും അവിടെ മൂക നിശബ്ദത മാത്രം. അയാൾ അകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. മേശയ്ക്കരികിൽ സാധാരണക്കാരനെ പോലെ അല്ലാത്തൊരാൾ ചലനമില്ലാതെ ഇരിക്കുന്നു. അയാൾ ഏതാണ്ട് എല്ലും തോലും മാത്രമുള്ള ഒരു അസ്ഥിപഞ്ജരമായിരുന്നു. സ്ത്രീകളുടേത് പോലുള്ള നീണ്ട ചുരുൾമുടിയും ഒരു ചടച്ച താടിയും മാത്രമുള്ളയാൾ. മുഖമൊട്ടി ഏതാണ്ട് മണ്ണിന്റെ നിറം വന്നിരുന്നു. കവിളൊട്ടി, ചുമൽ കുനിഞ്ഞ്, കൈകൾ വളരെ മെലിഞ്ഞിരുന്നു. കാഴ്ചയിൽ തന്നെ അയാൾ പേടിപ്പിച്ചിരുന്നു. മുടിയിൽ ഇടയ്ക്കിടെ നര പടർന്നിരുന്നു. അയാളുടെ ചുക്കി ചുളിഞ്ഞ മുഖം കണ്ടാൽ അയാൾക്ക് 40 വയസ്സാണെന്ന് ആരും പറയുകയില്ല. അയാൾ ഉറക്കത്തിലായിരുന്നു. അയാളുടെ മുൻപിലുള്ള കടലാസിൽ നല്ല കയ്യക്ഷരത്തിൽ എന്തോ എഴുതി വച്ചിരുന്നു. പാവം ജീവി, ബാങ്കർ ചിന്തിച്ചു. അയാൾ ഉറക്കത്തിലാണ്. മില്യണുകളെക്കുറിച്ച് സ്വപ്നം കാണുകയായിരിക്കും. ആ അർത്ഥമൃത്യു കവർന്ന മനുഷ്യനെ പൊക്കിയെടുത്ത് കിടക്കയിലിട്ട് തലയിണ കൊണ്ട് ഞെക്കിയാൽ മതി. ഡോക്ടർമാർക്ക് പോലും ആപത്കരമായ മരണമെന്ന് തോന്നുകയില്ല. നോക്കട്ടെ അയാൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. അയാൾ ആ കത്ത് ഇങ്ങനെ വായിച്ചു: നാളെ 12 മണിക്ക് ഞാൻ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയും മറ്റു മനുഷ്യരുമായി ചേരാനുള്ള അവകാശം കരസ്ഥമാക്കുകയും ചെയ്യും. ഈ മുറി വിടുന്നതിനും സൂര്യപ്രകാശം കാണുന്നതിനും മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു. കളങ്കമില്ലാത്ത മനസ്സോടെ ഞാൻ പറയുന്നു, എന്നെ കാണുന്ന ദൈവത്തോടെന്ന പോലെ. അതായത്, ഞാൻ സ്വാതന്ത്ര്യവും ആരോഗ്യവും നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ലോകത്തിലെ നല്ല കാര്യങ്ങളും വെറുക്കുന്നു. 15 കൊല്ലമായി ഞാൻ ലൗകിക ജീവിതത്തെ വളരെ സൂക്ഷ്മമായി പഠിച്ചു. ഭൂമിയെയോ മനുഷ്യരെയോ ഞാൻ കണ്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ സുഗന്ധമുള്ള വീഞ്ഞു കുടിച്ചു. ഞാൻ പാട്ടുകൾ പാടി. ഞാൻ കാട്ടിലെ മാനുകളെയും വന്യമായ പോത്തുകളെയും വേട്ടയാടി. സ്ത്രീകളെ സ്നേഹിച്ചു. മേഘങ്ങളെപ്പോലെ ലാഘവത്വമുള്ള സൗന്ദര്യധാമങ്ങൾ. നിങ്ങളുടെ കവികളും പ്രതിഭകളും തങ്ങളുടെ മാസ്മരികത കൊണ്ട് നിർമ്മിച്ചവ രാത്രിയിൽ എന്നെ സന്ദർശിച്ച് എന്റെ കാതിൽ വളരെ അത്ഭുതകരമായ കഥകൾ വിവരിച്ചു. അവ എന്റെ മസ്തിഷ്കത്തെ ചുഴലിക്കാറ്റ് പോലെ മഥിച്ചു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ എൽബൂർസിന്റെയും മോൺബ്ലാങ്കിന്റെയും ഉന്നതമായ ഗിരിശൃംഗങ്ങൾ താണ്ടി. അവിടെ നിന്ന് ഞാൻ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നതും സായാഹ്നം ആകാശത്ത് പരക്കുന്നതും പർവ്വതശൃംഗങ്ങൾ സ്വർണവും ചുവപ്പും നിറങ്ങൾ കൊണ്ട് മൂടുന്നതും കണ്ടു. അവിടെ നിന്ന് മിന്നൽ എന്റെ തലയ്ക്ക് മുകളിലൂടെ മിന്നി മായുന്നതും കൊടുങ്കാറ്റിനെയും മേഘങ്ങളെയും കീറി മുറിക്കുന്നതും കണ്ടു. ദുർദേവതകളുടെ പാട്ട് ഞാൻ കേട്ടു. ആട്ടിടയന്മാരുടെ മുരളീഗാനം ഞാൻ കേട്ടു. ദൈവത്തെപ്പറ്റി പറയാനെത്തിയ മനോഹരന്മാരായ ചെകുത്താന്മാരുടെ ചിറകുകളിൽ ഞാൻ തൊട്ടു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ ആഴമറിയാത്ത അഗാധതകളിലേക്ക് ഞാൻ ഊളിയിട്ടു. അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചു. കൊന്നു, നഗരങ്ങളെ ചുട്ടെരിച്ചു,
പുതിയ മതങ്ങളെപ്പറ്റി പ്രസംഗിച്ചു. രാജ്യങ്ങളെ ആകെ ആക്രമിച്ചു കീഴടക്കി. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എനിക്ക് ജ്ഞാനം പകർന്നു തന്നു. അസ്വസ്ഥനായ മനുഷ്യൻ നൂറ്റാണ്ടുകളായി ചിന്തിച്ചതെല്ലാം എൻ്റെ തലച്ചോറിൽ അടിഞ്ഞുകൂടി മൃഡീഭവിച്ച് ഒരു ചെറിയ ഭദ്രമണ്ഡലമായി തീർന്നിരിക്കുന്നു. എനിക്കറിയാം, നിങ്ങളെക്കാളൊക്കെ ജ്ഞാനിയാണ് ഞാനെന്ന്. ഞാൻ ഗ്രന്ഥങ്ങളെ വെറുക്കുന്നു, ജ്ഞാനത്തെ വെറുക്കുന്നു, ഈ ലൗകിക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെയും. അവയെല്ലാം ഒരു മരീചിക പോലെ താത്കാലികവും സാങ്കല്പികവും നമ്മെ വഞ്ചിക്കുന്നതുമാണ്. നിങ്ങൾ അഹങ്കാരിയോ വിജ്ഞാനിയോ നല്ലവനോ ആയിരിക്കാം. പക്ഷേ മരണം നിങ്ങളെ ഭൂമിയിൽ കുഴിച്ചു കുഴിച്ച് ജീവിക്കുന്ന എലികളെ പോലെ ഭൂമിയുടെ മുഖത്തു നിന്ന് തന്നെ നിങ്ങളെ ഒന്നുമല്ലാത്ത വിധത്തിൽ തുടച്ചു നീക്കും. നിങ്ങളുടെ ഭാവി തലമുറയും നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ അനശ്വരതയുടെ നാട്യങ്ങളും ഈ ഭൂമിയുടെ ഇരുണ്ട തലം പോലെ കത്തിയെരിയുകയോ കട്ടിപിടിച്ച് ഘനീഭവിക്കുകയോ ചെയ്യും. നിങ്ങൾക്ക് യുക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തെറ്റായ വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അസത്യങ്ങളെ സത്യങ്ങളായി നിങ്ങൾ കരുതുന്നു. സൗന്ദര്യത്തിനു പകരം വൈരൂപ്യത്തെ പുണരുന്നു. തവളകളും പല്ലികളും പെട്ടെന്ന് ആപ്പിൾ ഓറഞ്ച് വളരുന്നത് കാണുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. റോസാപ്പൂക്കൾ കുതിരകളുടെ ഗന്ധം ഉതിർക്കുന്നതും അതുപോലെ സ്വർഗത്തിന് പകരം ഭൂമിയെ കണക്കാക്കുന്ന നിങ്ങളെ ചൊല്ലിയും ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങളെ എനിക്ക് മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതെല്ലാം ഞാൻ നിരാകരിക്കുന്നു എന്ന് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ഞാനൊരിക്കൽ പറുദീസി എന്ന് സ്വപ്നം കണ്ടിരുന്ന 2 മില്യണുകൾ ഞാൻ നിരാകരിക്കുന്നു. ആ പണത്തിന്മേലുള്ള അവകാശം വേണ്ടെന്ന് വെക്കാൻ ഞാൻ 5 മിനിറ്റ് മുൻപ് ഇവിടുന്ന് പോയി കരാറിന്റെ വ്യവസ്ഥ ലംഘിക്കും. ബാങ്കർ ഇത് വായിച്ചിട്ട് ആ പേജ് മേശമേൽ വെച്ചു. ആ വിചിത്ര മനുഷ്യനെ അവന്റെ നെറുകയിൽ ചുംബിച്ചു. ലോഡ്ജിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോയി. എക്സ്ചേഞ്ചിൽ ഭീമമായ തുക നഷ്ടപ്പെട്ടപ്പോൾ പോലും ആ നിമിഷത്തിൽ അയാൾക്കുണ്ടായ ആത്മനിന്ദയോളം ഉണ്ടാകയില്ല. കണ്ണീരും വികാരങ്ങളും കാരണം അയാൾ ഏറെ നേരം ഉറക്കമില്ലാതെ ഇരുന്നു. അടുത്ത ദിവസം രാവിലെ കാവൽക്കാരൻ ഓടി വന്ന് പറഞ്ഞു, ലോഡ്ജിൽ താമസിച്ചിരുന്നയാൾ ജനാലയിൽ നിന്ന് ഊർന്നു കയറി തോട്ടം വഴി അപ്രത്യക്ഷനാകുന്നത് കണ്ടെന്ന്. ബാങ്കർ ഉടനെ തന്നെ ലോഡ്ജിൽ പോയി അയാൾ പോയെന്ന വസ്തുത ഉറപ്പുവരുത്തി. അനാവശ്യ സംസാരം ഒഴിവാക്കാനായി അയാൾ മില്യണുകൾ ഉപേക്ഷിക്കുന്നതായി എഴുതിയ കടലാസ് എടുത്ത് മാറ്റി. എന്നിട്ട് വീട്ടിലെത്തി തന്റെ തീ പിടിക്കാത്ത സേഫിൽ വെച്ച് അടച്ചുപൂട്ടി.